അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ റെസിപ്പിയും കൊണ്ടാണ്. ഒരു സുഖിയനടയാണ് കേട്ടോ. ഇത് നമ്മൾ ആവിയിൽ വേവിക്കുന്നതും കാണിക്കുന്നുണ്ട്, അതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നതും കാണിക്കുന്നുണ്ട്. രണ്ട് രീതിയിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ റെസിപ്പി മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുക്കറിൽ വേവിച്ചിട്ട് എടുത്തിട്ടുള്ള ചെറുപയറാണ്. വെള്ളം ഒഴിവാക്കിയിട്ട് ചെറുപയർ മാത്രമായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചേർക്കുക. അപ്പോൾ നല്ല കളറുള്ള ശർക്കരയാണെങ്കിൽ നല്ല മധുരം ഉണ്ടാവും കേട്ടോ. ഇത് അത്രയും മധുരമുള്ള ശർക്കരയൊന്നുമല്ല. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ശർക്കരയിൽ നല്ല ഉപ്പുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എക്സ്ട്രാ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അത് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർക്കാനായിട്ട്. ഈ ശർക്കര നന്നായിട്ട് വറ്റി വരുന്നവരെ നമുക്ക് തുറന്നിട്ട് തന്നെ വെക്കാം കേട്ടോ, അടച്ചു വെക്കരുത്. ഇതൊന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ തേങ്ങ ഉണ്ടെങ്കിൽ അതാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അതാണ് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ പുറത്തുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തേങ്ങ കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്താൽ മതി. സാധാരണ തേങ്ങ ഉണ്ടെങ്കിൽ അതാണ്. അത് ചിരകിയിട്ടും ചേർക്കുക, അതുപോലെ നമുക്ക് കഷ്ണങ്ങളാക്കിയിട്ടും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഏലക്കാപ്പൊടിക്കും അളവൊന്നുമില്ല, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശർക്കരയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് പൊടി വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാനിൽ ഞാൻ 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു ചെറിയ ഗ്ലാസ്സിനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 1.5 ഗ്ലാസ് വെള്ളത്തിന് 1 ഗ്ലാസ് പൊടി എന്നുള്ള രീതിയിലാണ് ഞാനിവിടെ പൊടി വാട്ടിയെടുക്കുന്നത്. അപ്പോൾ നല്ല ഉണങ്ങിയിട്ടുള്ള പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളം കൂടുതലായിട്ട് ആവശ്യം വരും. അത് നിങ്ങൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ നൈസ് പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പൊടിയൊക്കെ വാട്ടിയെടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ്. ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ഗ്ലാസ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളെ പത്തിരിക്കൊക്കെ ഉള്ള പൊടി തന്നെ കേട്ടോ. പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. പൊടി നന്നായിട്ടൊന്ന് വെന്ത് വരണം. പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് തീ കുറച്ച് വെക്കണം കേട്ടോ. ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് തീ കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇത് ചൂടാറാനായിട്ടൊരു പരന്ന പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നിങ്ങൾ പാകത്തിന് വെച്ചിട്ട് ചെയ്താൽ മതി. ഇനി ഒരു പാകത്തിന് ചൂടാറുന്ന സമയത്ത് നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. ഒരുപാട് ചൂടിലൊന്നും കുഴക്കരുത്, കൈയൊക്കെ പൊള്ളിപ്പോവും. അപ്പോൾ ഒരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് തന്നെ ചൂടൊക്കെ ഒന്ന് ആറിപ്പോവും. ഈ കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ ചെറിയ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതൊരു ചപ്പാത്തി പ്രസ്സിലിട്ടിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഒരുപാട് കട്ടി കുറച്ചിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മളിതുപോലെ ഇതില്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, കൈ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. ഇതുപോലത്തെ കട്ടറുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാൻ കുറച്ചും കൂടെ ഈസിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല പൂവട റെഡി ആയിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ കൈ വെച്ചിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഷേപ്പൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിക്കനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കട്ടറിലും കൂടെ വെച്ചിട്ട് ഒന്നുകൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. കൈ വെച്ചിട്ട് സാധാരണ ഒന്ന് മടക്കിയിട്ട് സാധാ അടൻ്റെ ഷേപ്പിലെടുത്താൽ മതി. ഇനി ഇത് ഇലയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ നൂലപ്പത്തിൻ്റെ ഒരു തട്ടിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വാഴൻ്റെ ഇലയിലൊക്കെ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇല കിട്ടാത്ത കാരണം ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമുക്കിത് കുക്കറിൽ വെള്ളം വെച്ചിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ അട റെഡി ആയിട്ടുണ്ട്, സ്റ്റീം ചെയ്തിട്ടുള്ള അട. ഇനി നമുക്ക് ഫ്രൈ ചെയ്യുന്ന അട ഉണ്ടാക്കാം. ഒരു ബൗളിൽ ഞാൻ കുറച്ച് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദ ഗോതമ്പ് പൊടിയിലോ നമുക്കിത് ചെയ്യാം കേട്ടോ. ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പൂരിയുടെ മാവിൻ്റെയൊക്കെ ഒരു പാകത്തിനാക്കിയിട്ട് കുഴച്ചെടുത്താൽ മതി. ഒരുപാട് വെള്ളം കൂടി പോരുത്. ഏത് സാധനം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വെള്ളം കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് എണ്ണ കുടിക്കും.
അപ്പോൾ ഇത് ആട്ടപ്പൊടിയിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ, മൈദ തന്നെ നിർബന്ധമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തും കൂടി കാണിക്കുക, അത്രയേ ഉള്ളൂ. എപ്പോഴും നല്ലത് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള അടയാണ് കേട്ടോ, കുറച്ചും കൂടെ നല്ല ഹെൽത്തി ആയിരിക്കും. അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്, അതും നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കണം. ഇപ്പോൾ ചപ്പാത്തി പ്രസ് ഇല്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചെറുതാക്കിയിട്ട് പൂരിയുടെ ഷേപ്പിലൊന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ പ്രസ്സിൽ ഇട്ട് പരത്തുകയാണെങ്കിൽ കുറച്ചും കൂടെ പണി നമുക്ക് ഈസിയായി കിട്ടും. അപ്പോൾ പരത്തിയത് ഓരോന്നും എടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചെറുപയറിൻ്റെ ആ ഒരു മിക്സ് ഉള്ളിൽ വെച്ചിട്ട് പൂവടൻ്റെ ഷേപ്പിൽ നമ്മൾ ഒട്ടിച്ചിട്ട് ഒന്ന് ചുരുട്ടിയെടുത്താൽ മതി. ഇതുപോലെ ചുരുട്ടാൻ പറ്റുന്നില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതൊരു പ്രത്യേക ഒരു ഡിസൈനായിട്ട് വരും കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള അടി നമ്മളിതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ സുഖിയൻ ഉണ്ടാക്കുമ്പോൾ മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാനിതുപോലെ അട ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ എല്ലാം ചെയ്തിട്ട് നമുക്ക് ചൂടായ ഓയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടായിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പ്രത്യേകിച്ച് കൂടുതലായിട്ട് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഭാഗം റെഡിയാവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ടിട്ട് രണ്ട് ഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യട്ടെ. എങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാണ്. ഫില്ലിങ് രണ്ടും ഒന്ന് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ തേങ്ങയൊക്കെ കൂടുതലായിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങക്ക് ബുദ്ധിമുട്ടില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തേങ്ങ നന്നായിട്ട് ചേർക്കുക. ഇതിൽ നേന്ത്രപ്പഴം കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. തേങ്ങൻ്റെ കൂടെ കുറച്ച് നേന്ത്രപ്പഴം കൂടെ അരിഞ്ഞിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്താം. അപ്പോൾ എല്ലാം നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് അടകളാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.